നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി റിപ്പോർട്ടർ ചാനലിനെതിരെ UDF സർക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന വേട്ടകൾ ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു. അതായത് ഒരു മാധ്യമവും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും സൈബർ വേട്ടകളും ഒക്കെയാണ് റിപ്പോർട്ടർ ചാനലും ആ ചാനലിലെ മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണം നടത്തുന്നവരുടെ മുൻപന്തിയിൽ തന്നെ UDFന്റെ സൈബർ സംഘമുണ്ട്, സർക്കാരുണ്ട്, മനോരമയും മറ്റു മാധ്യമങ്ങളുമുണ്ട്. എന്താണ് കാരണം? 2-3 ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത ഒരു വാർത്ത തന്നെയാണ്. MDMA കേസുമായി ബന്ധപ്പെട്ട് ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന ഒരു മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നു. തുഫാൻ കേസുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ തുഫാനിൽ അറസ്റ്റ് ചെയ്ത ഈ മുസാഫിർ ഹുസൈന് മുഖ്യമന്ത്രി VD സതീശനുമായി നല്ല ബന്ധമാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പിന്നാലെ റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തുവിടുന്നു. ഈ ഹുസൈൻ മുസാഫിറിന്റെ പേജ് എടുത്ത് പരിശോധിച്ചാൽ ഇവർ പുറത്തുവിട്ട വാർത്തകളെല്ലാം തന്നെ സത്യമാണ് താനും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുതൽ ഇയാളുമായി നല്ല ചങ്ങാത്തത്തിലാണ് VD സതീശൻ ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല ദൃശ്യങ്ങളും വീഡിയോകളും അയാളുടെ തന്നെ FBയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാനും കഴിയുന്നുണ്ട്. മാത്രവുമല്ല, VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയും UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടി സൈബർ ഇടങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് ഹുസൈൻ എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. ഈ മുഹമ്മദ് ഹുസൈനാണ് VD സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു പേജ് കൈകാര്യം ചെയ്തിരുന്നത്. അതിന്റെ ആ സോഷ്യൽ മീഡിയ പേജിന്റെ ഒരു കോർഡിനേറ്റർ കൂടിയായിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. സ്വാഭാവികമായും അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ MDMA കേസുമായി മുഖ്യമന്ത്രിക്ക് ബന്ധം? എന്താണ് VD സതീശന് ബന്ധം? ഇവർ തമ്മിൽ എന്താണ് ഇടപാട്? സ്വാഭാവികമായും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ എന്തുകൊണ്ട് VD സതീശൻ ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഈ കേസിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല? അത് പൊതുവെ ഉയർന്നു വരുമല്ലോ. മുഖ്യമന്ത്രി ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും റിപ്പോർട്ടർ ചാനൽ വാർത്തകൾ തന്നെയാണ്. കാരണം അവർ എല്ലാ രീതിയിലുള്ള വാർത്തകളും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമം നടത്താൻ നോക്കി ഈ വാർത്തയെ മുക്കാൻ വേണ്ടി, പക്ഷെ ശ്രമം നടന്നില്ല. അതിനിടയിൽ ഈ വാർത്തയെ മുക്കാൻ വേണ്ടി, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട്, അത് പണ്ട് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോരമ ഒരു കുത്തിത്തിരിപ്പ് നുണവാർത്തയങ്ങ് അഴിച്ചുവിടുകയാണ്. അങ്ങനെ അഴിച്ചുവിട്ട് ആന്റോൻ അടിക്കാനും റിപ്പോർട്ടർ ചാനൽ അടിക്കാനും ഒക്കെ ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമവും ഫലം കണ്ടില്ല. മെറ്റ ഉപയോഗിച്ച് പിന്നീട് സർക്കാർ പല പോസ്റ്റുകളും ഒക്കെ മുക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ പല സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകളും MDMA കേസ് പ്രതിയും VD സതീശൻ നിൽക്കുന്ന ചിത്രമുള്ള പല പോസ്റ്റുകളും ഒക്കെ മുക്കി. പക്ഷെ എന്നിട്ടും അതുകൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല. ഇപ്പോ സർക്കാരിന് തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വാർത്തയുടെ അവസാനം ഞാൻ പറയാം. എന്തായാലും ആന്റോയുടെ കേസ് ആദ്യം തന്നെ പറയാം. ആന്റോ അഗസ്റ്റിൻ സ്വീകരിച്ച നിലപാടിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ആന്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം. ഇങ്ങനെയാണ് ആന്റോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന കുറ്റത്തിനാണ് ദിവസങ്ങളായുള്ള ഈ കല്ലേറും കുരിശേറ്റവും. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പകരം ഇതേ കാര്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്ന കേരളത്തിലെ സഹമാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിനും നേതൃത്വം നൽകുന്നതെന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ TVയെ കുഴിച്ചുമൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങളായി നിങ്ങൾ നൽകി വരുന്ന വാർത്തകളിലെ വസ്തുത തെളിയിക്കാൻ നിങ്ങൾ തന്നെ ഉയർത്തിയ ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 1. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? 2. AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 3. കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? 4. പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? 5. AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 6. ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോഡ് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ, 24, മാതൃഭൂമി, മീഡിയ 1 തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്.
ഇതൊരു വലിയ വെല്ലുവിളിയാണ് കേട്ടോ. വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാർ. പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. വെല്ലുവിളി ഏറ്റെടുക്കുമോ? അത് കഴിഞ്ഞില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ജനാധിപത്യ ഇന്ത്യയാണ് എന്നാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സിന്ധു സൂര്യകുമാറിന് കൂടി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഞാനത് വായിക്കാം. ഇങ്ങനെയാണ് സിന്ധുവിന് കൊടുത്തിട്ടുള്ള മറുപടി. സിന്ധുവിന്റെ ഒരു കാർഡ് ഇങ്ങനെയാണ് കേട്ടോ, ഒരു വാർത്തയുടെ കാർഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. സർവം ഫൗൾ മെസ്സി, ആൻഡ്രോയെ കാക്കേണ്ടത് CPM-ന്റെ ദൗത്യമാകുമ്പോൾ എന്നൊക്കെയാണ് നമ്മുടെ സിന്ധു വെച്ച് പറയുന്നത്. സിന്ധു വെച്ചിന്റെ അടുത്ത് ഇങ്ങനെയാണ് കേട്ടോ ആൻഡ്രോ പറയുന്നത്. ഫൗൾ ആണോ എന്നറിയാൻ മത്സരം മുഴുവനും കാണേണ്ട എഡിറ്റർ മാഡം. രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ഒരു കൂട്ടരുടെ മാത്രം കളി കണ്ട് ഫൗൾ വിളിക്കുന്നത് മര്യാദകേടല്ലേ? അങ്ങോട്ട് ഞാനൊരു 5 ചോദ്യം ചോദിച്ചിരുന്നു. അതിന് മറുപടി എന്തെങ്കിലും ഉണ്ടോ മാഡം? 30 കൊല്ലത്തെ പാരമ്പര്യം BJP പ്രസിഡന്റിന് തീരെഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാനുള്ള ആർജവം കാണിക്കണം. രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് കേൾക്കുന്നതിന്റെ പേരല്ലേ മാഡം? നിങ്ങളൊക്കെ ഇടയ്ക്കും മുറയ്ക്കും മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മാധ്യമ ധാർമ്മികത? അതോ 30 കൊല്ലം നാട്ടുകാരെ പഠിപ്പിച്ച് നിങ്ങൾ അത് മറന്നുപോയോ? ഇനിയെങ്കിലും നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആന്റോ അഗസ്റ്റിനെ തറ പറ്റിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കള്ളന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ആന്റോ ഗംഭീരമായിട്ട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമല്ലേ? ആ മെസ്സി വിവാദം, ആ വിവാദത്തിൽ റിപ്പോർട്ടർ ചാനലിനെയും ഒപ്പം ഈ ആൻഡോയൊക്കെ പെടുത്തേണ്ടത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അവരുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി നുണവാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ നുണവാർത്തകൾ പ്രചരിപ്പിച്ച് ഈ MDMA കേസിൽ നിന്ന്, ഈ വാർത്തയിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളവരുടെ പണി എന്ന് പറയുന്നത്. പക്ഷേ അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്, അതിവിടെ ചീറ്റിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. റിപ്പോർട്ടർ ചാനൽ പെട്ടെന്ന് ഈ MDMA കേസ് വാർത്തയിൽ നിന്ന് മാറി ആൻഡോ മറ്റുള്ള ചാനലുകളുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ പൊതുവെ ഇവിടെ ആരാണ് സേഫ് ആവുന്നത്? UDF സർക്കാർ സേഫ് ആവും, VD സതീശൻ സേഫ് ആവും. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടാകില്ല, ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നറിയാം. പക്ഷേ ആൻഡോ അഗസ്റ്റിൻ മിടുമിടുക്കനാണ് കേട്ടോ. മൂപ്പര് ഈ പ്രതികരണമൊക്കെ തന്റെ അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവച്ചു. അദ്ദേഹത്തിന് മാധ്യമത്തിൽ കൊടുത്തുവെങ്കിലും മറ്റു വാർത്തയിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല. കഴിഞ്ഞ ദിവസം VD സതീശനും ഒരു വെല്ലുവിളി പോലെ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇപ്പൊ പൂട്ടുന്നുള്ള രീതിയിലൊക്കെ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ പേടിച്ചാലോ മുഖ്യമന്ത്രി എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അങ്ങനെയൊന്നും ഒരു മാധ്യമ സ്ഥാപനത്തെയും മാധ്യമത്തെയും ഒന്നും പേടിപ്പിച്ചെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി മെറ്റയെ വെച്ച് സർക്കാർ കാണിച്ച ഒരു ഫൗൾ ഉണ്ടല്ലോ, ആ ഫൗളിന് ഒരു വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് കാണട്ടെ. ഇന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടി ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് വാർത്ത. റിപ്പോർട്ടറിന്റെ പോരാട്ടത്തിൽ മുട്ടുമടക്കി മെറ്റ. സെൻസർഷിപ്പ് ചെയ്ത റിപ്പോർട്ടറിന്റെ കാർഡുകൾ പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ടറിന്റെ അപ്പീലിലാണ് മെറ്റയുടെ ഇടപെടൽ. അകാരണമായ മീഡിയ സെൻസർഷിപ്പിനെതിരെ മെറ്റ ഗ്രീവൻസ് സെല്ലിന് റിപ്പോർട്ടർ വിശദമായ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ പേര് പരാമർശിക്കുന്നതും വിമർശിക്കുന്നതുമായ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും തുടർച്ചയായി മെറ്റ നീക്കിയത്. റിപ്പോർട്ടറിന്റേത് മാത്രമായി 30ഓളം വാർത്താ കാർഡുകൾ മെറ്റ നീക്കിയിരുന്നു. ഈ കാർഡുകളിൽ പകുതിയോളമാണ് പുനഃസ്ഥാപിച്ചത്. മാധ്യമ അടിയന്തരാവസ്ഥ എന്നായിരുന്നു മെറ്റയുടെ നീക്കത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശിച്ചതെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. അപ്പോ മൊത്തത്തിൽ അറിഞ്ചും പുറഞ്ചും സർക്കാരിന് തന്നെ പണിയാവുകയാണ്. സർക്കാർ ഇപ്പോ എറിഞ്ഞ ആ സാധനം ബൂമറാങ്ങായി സർക്കാരിന് തന്നെ വന്ന് കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിനെതിരെ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യിപ്പിക്കുന്ന, മെറ്റ ഉപയോഗിച്ച് നീക്കം ചെയ്യിക്കുന്ന നടപടി നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മളിത് കണ്ടിട്ടുള്ളൂ. BJP ഒരു സംസ്ഥാനം ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയാകും ആ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ VD സതീശനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഈ സർക്കാരിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് പറയാം ഇത് ഇങ്ങനെയാകുമെന്ന്. ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളതാണ്. മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ആ സീറ്റിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും എല്ലാത്തിനുള്ള ഉത്തരവും ലഭിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.